വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം. ഒഴിവുവേളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകളൊരുക്കി സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. ഫോൺ 9562 705 777 995 961 904. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ ഭരണത്തിനെതിരെ സംസ്ഥാന UDF കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം കാളികാവ് പഞ്ചായത്ത് UDF കമ്മിറ്റി കാളികാവ് അങ്ങാടിയിൽ രാപ്പകൽ സമരസംഗമം സംഘടിപ്പിച്ചു. KPCC സെക്രട്ടറി ആലിപ്പറ്റ ജമീല ഉദ്ഘാടനം ചെയ്തു. നേതാക്കന്മാർക്ക് വേണ്ടിയുള്ള ഒരു ഭരണമാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ജനങ്ങൾ വളരെ പ്രയാസപ്പെട്ട് വളരെ പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. നമുക്കറിയാം, അധികാര വികേന്ദ്രീകരണം രാജ്യത്ത് നടപ്പാക്കിയത് കോൺഗ്രസ് ആണ്. രാജീവ് ഗാന്ധിയുടെ കാലത്ത് രാജ്യസഭയിൽ ഈ ബില്ല് പാസാക്കിയപ്പോൾ ഇടതുപക്ഷം ഉൾപ്പെടെയുള്ളവർ ഇതിനെ എതിർത്തിരുന്നു. പിന്നീട് നമ്മുടെ അധികാര വികേന്ദ്രീകരണം നമ്മുടെ സർക്കാർ രാജ്യത്ത് മഹാത്മാഗാന്ധിയുടെ അധികാര വികേന്ദ്രീകരണം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി. അതിനുശേഷം കേരളത്തിൽ KP ആന്റണിയുടെ നേതൃത്വത്തിൽ ഐക്യജനാധിപത്യ മുന്നണി അധികാര വികേന്ദ്രീകരണം പ്രാവർത്തികമാക്കി. എന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അസ്ഥിരപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന LDF സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കേണ്ട ഫണ്ട് കൃത്യമായി നൽകാതെ ആ ഫണ്ടുകൾ വെട്ടിക്കുറച്ചുകൊണ്ട് ഒരു സ്വേച്ഛാധിപതിയെ പോലെ ഭരണം നടത്തുകയാണ് ഇന്ന് പിണറായി വിജയൻ. നമ്മൾ ഗ്രാമപഞ്ചായത്തുകളിലൊക്കെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഗ്രാമപഞ്ചായത്തുകളിൽ പ്രത്യേകിച്ച് KP ഹൈദർ അലി അധ്യക്ഷനായി. നിയോജക മണ്ഡലം UDF ചെയർമാൻ P ഖാലിദ് മാസ്റ്റർ, കൺവീനർ KC കുഞ്ഞി മുഹമ്മദ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോജി K അലക്സ്, യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൽ ലത്തീഫ്, UDF കൺവീനർ I മുജീബ് റഹ്മാൻ, കാളികാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ഷിജിമോൾ, വൈസ് പ്രസിഡന്റ് K സുബൈദ, സ്ഥിരസമിതി അധ്യക്ഷരായ N മൂസ, AP അബ്ദുട്ടി ഹാജി, C ആബിദ്, KT റഷീദ് മാസ്റ്റർ, VP മുജീബ് റഹ്മാൻ, മുസ്തഫ തൊണ്ടിയിൽ, സഹീർ കുന്നത്ത്, നവാഫ് OP, P അബ്ദുറഹ്മാൻ അഞ്ചുചവടി, N സവാദ്, ശശികുമാർ, ജമാൽ പാലപ്ര, TK ഗോപി, ബാബു സലാം, K മോയിൻകുട്ടി എന്നിവർ സംസാരിച്ചു.